നമസ്കാരം. ഗ്രാമീണ ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. കിഴിപ്പിള്ളിക്കരയിൽ ലഹരി ഉപയോഗിച്ച് വീട് കയറി ആക്രമണം നടത്തിയയാളെ പോലീസ് പിടികൂടി. കുപ്രസിദ്ധ ഗുണ്ടകളായ ഷാജഹാനെയും ജിത്തിനെയും കാപ്പ ചുമത്തി തടങ്കലിലാക്കി. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ് വലപ്പാട് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. വാർത്തകളിലേക്ക് വിശദമായി. കിഴിപ്പിള്ളിക്കരയിൽ ലഹരി ഉപയോഗിച്ച് വീട് കയറി ആക്രമിച്ച് വധഭീഷണി മുഴക്കിയ യുവാവിനെ അന്തിക്കാട് പോലീസ് പിടികൂടി. കിഴിപ്പിള്ളിക്കര കല്ലിങ്ങൽ കെവിനാണ് അറസ്റ്റിലായത്. കിഴിപ്പിള്ളിക്കര ജനകീയ സമിതി പ്രവർത്തകൻ പി.കെ. ഷറഫുദ്ദീന്റെ വീട്ടിൽ വെള്ളിയാഴ്ച രാവിലെ 8:30-ാണ് സംഭവമുണ്ടായത്. ഗേറ്റ് ചവിട്ടി തുറന്ന് അകത്ത് കയറിയ പ്രതി വീടിന്റെ വാതിലിൽ ശക്തമായി ഇടിക്കുകയും ബഹളം വയ്ക്കുകയും ചെയ്തു. വീടിന് സമീപത്തുണ്ടായിരുന്ന മാരകായുധമെടുത്ത് വെല്ലുവിളിക്കുന്നതും വീട്ടിലെ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ബഹളം കേട്ട് പുറത്തിറങ്ങാതെ ഇരുന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. മേഖലയിലെ പ്രധാന ലഹരി വിൽപ്പന കണ്ണിയായ കെവിൻ സ്ഥിരം പ്രശ്നക്കാരനാണ്. കുറച്ചു നാളുകൾക്ക് മുൻപ് സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇടയിലൂടെ അമിത വേഗതയിൽ കാർ ഓടിച്ചു വന്ന 2 വൈദ്യുതി തൂണുകളും വഴിയിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയും തകർത്തിരുന്നു. ലഹരി ഉപയോഗിച്ച് അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുന്നത് ഇയാളുടെ പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു. സംഭവത്തിൽ പ്രതിഷേധിച്ച് കിഴിപ്പിള്ളിക്കര ജനകീയ സമിതി കിഴിപ്പിള്ളിക്കര സെന്ററിൽ വെള്ളിയാഴ്ച വൈകിട്ട് പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചിട്ടുണ്ട്. ജനകീയ സമിതി കൺവീനറും കാഴ്ച പരിമിതനുമായ TV ദീപുവിന്റെ നേരെ കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയ പ്രതികളെ പോലീസ് പിടികൂടിയിരുന്നു. ലഹരി സംഘങ്ങളുടെ പ്രവർത്തനം വ്യാപകമായിട്ടും പോലീസ് എക്സൈസ് വകുപ്പുകളുടെ പരിശോധനയും പട്രോളിംഗും മേഖലയിൽ കാര്യക്ഷമമല്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. വയോധികയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് നാടുവിട്ട് ഉത്തരാഖണ്ഡിൽ നിന്ന് തൃശൂർ റൂറൽ പോലീസ് സംഘം പിടികൂടിയ കുപ്രസിദ്ധ ഗുണ്ടയായ ഷാജഹാനെയും വലപ്പാട് പോലീസ് സ്റ്റേഷനിലെ ഗുണ്ടയായ ജിത്തിനെയും കാപ്പ ചുമത്തി തടങ്കലിലാക്കി. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ട കായ്ക്കുരു രാഗേഷിന്റെ സംഘാംഗമാണ് ചാഴൂർ പുതിയ വീട്ടിൽ ഷാജഹാൻ. ഇയാൾ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ കൊലപാതക ശ്രമമടക്കം 7 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. കൂടാതെ വലപ്പാട് കയ്പമംഗലം കാട്ടൂർ പോലീസ് സ്റ്റേഷനിലായി കവർച്ച, വീട് കയറി ആക്രമണം, അടിപിടി എന്നിങ്ങനെ നിരവധി ക്രിമിനൽ കേസുകളുമുണ്ട്. ജിത്തിന്റെ പേരിൽ വലപ്പാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിരവധി ക്രിമിനൽ കേസുകളുണ്ട്. വായന പക്ഷാചരണത്തോടനുബന്ധിച്ച് ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ കെ ദാമോദരൻ അനുസ്മരണ സദസ്സ് നടന്നു. നാട്ടിക സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന അനുസ്മരണം ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റും മണലൂർ നിയോജകമണ്ഡലം MLAയുമായ മുരളി പെരുന്നെല്ലി ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് KP വിനോദ് അധ്യക്ഷനായി. ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി KA വിശ്വംഭരൻ, ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം VV ചിദംബരൻ, അരവിന്ദൻ പണിക്കശ്ശേരി, CG സതീശൻ എന്നിവർ സംസാരിച്ചു. ഇന്ത്യയിൽ ഒരു പച്ചത്തുരുത്തുപോലെ നിലനിൽക്കുന്ന കേരളം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം മാറ്റിയെടുത്ത് ഒന്നിച്ച് പോകുന്ന ഒരേ മനുഷ്യരായി മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇത്തരമൊരു നേട്ടത്തിലേക്ക് കേരളം വന്നത് വെറുതെ വന്നതല്ല. വെറുതെ ഒരു മാറ്റം ഉണ്ടാവില്ല. വെറുതെ മാറ്റം ഉണ്ടാവുകയും ലോകമെല്ലാം ഒരുപോലെയാണ്. കേരളം പോലെയാണ് ലോകം. ഓക്കെ, കേരളം പോലെയാണ് ഇന്ത്യയിലുള്ള സംസ്ഥാനങ്ങൾ. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ് വലപ്പാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മണ്ഡലം പ്രസിഡന്റ് PS സന്തോഷ് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി K ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ ER രഞ്ജൻ, CR അറുമുഖൻ, CV വികാസ്, കരയാവട്ടം സഹകരണ ബാങ്ക് പ്രസിഡന്റ് KH കബീർ, ബ്ലോക്ക് സെക്രട്ടറിമാരായ ബാബു കുന്നുങ്ങൽ, CK ഉല്ലാസ്, അനിത ത്രിദീപ്, സുമേഷ് പാനാട്ടിൽ, അനിൽ കരുവത്തിൽ, അജ്മൽ ഷരീഫ്, സജിത്രൻ തയ്യിൽ, ഗീത രാമദാസ്, ഡേവിസ് വാഴപ്പള്ളി, MA സലീം എന്നിവർ സംസാരിച്ചു. 11:20 പത്രക്കാരെ കണ്ട മന്ത്രി പറഞ്ഞു, ഇതിനകത്ത് ആരും പെട്ടിട്ടില്ല. സമീപ പ്രദേശത്ത് കൂടെ പോയ ഒരു ജീവനക്കാരൻ ഉൾപ്പെടെ 2 പേർക്ക് വളരെ ചെറിയ രീതിയിൽ ഒരു പരിക്ക് പറ്റിയിട്ടുണ്ട്. അതൊഴിച്ചാൽ മറ്റു യാതൊന്നും സംഭവിച്ചിട്ടില്ല. 1 മണിക്കൂറും 1.5 മണിക്കൂറും 2 മണിക്കൂറും കഴിഞ്ഞിട്ടാണ് ഒരു JCB അവിടെ എത്തിക്കുന്നത്.
അങ്ങനെ JCB വെച്ച് മൺകൂന പരിശോധിച്ച് കോൺക്രീറ്റ് അവശിഷ്ടങ്ങൾ ഒഴിവാക്കി പരിശോധിച്ചപ്പോൾ ബിന്ദു എന്ന് പറയുന്ന ഒരു വീട്ടമ്മ തന്റെ മകളുടെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ വന്ന് ആ മകളുടെ ചികിത്സാർത്ഥം കൂട്ടിയിരിപ്പിന് വേണ്ടി വന്ന അമ്മ ദാരുണമായി പുറത്തേക്ക് എടുക്കുമ്പോഴേക്കും ആ വീട്ടമ്മയുടെ ശ്വാസം നിലച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ മരണത്തിന് ഉത്തരവാദി ഈ സംസ്ഥാനം ഭരിക്കുന്ന ആരോഗ്യമന്ത്രിയാണ്. അതുകൊണ്ട് ആരോഗ്യമന്ത്രി വീണ ജോർജിന് ഒരു നിമിഷം പോലും ഈ സംസ്ഥാനത്ത് അധികാരത്തിൽ തുടരാൻ അർഹതയില്ല. നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം പെരിങ്ങോട്ടുകരയുടെ നേതൃത്വത്തിൽ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി സെറാഫിക് ഗേൾസ് ഹൈസ്കൂൾ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ കൈമാറി. സ്റ്റഡി സെന്റർ ചെയർമാൻ ആൻഡോ തൊറയൻ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ നമുക്കറിയാം, ഇന്നത്തെ ഈ മൊബൈൽ യുഗത്തിൽ ഒട്ടേറെ ഇത്തരം വായനാ ദിന ആചരണങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ വായനയെ മുന്നോട്ട് കൊണ്ടുപോവുകയും അറിവിൻ്റെ വെളിച്ചത്തിലേക്ക് വിദ്യാർത്ഥികളെ നയിക്കുകയും എന്ന ദൗത്യം കൊണ്ടാണ് ഓരോ സ്കൂൾ തലത്തിലും ഇപ്പോൾ ലൈബ്രറികൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ ആ ലൈബ്രറിയിലേക്കാണ് ഇന്ന് ഇവിടെ സെറാഫിക് ഗവൺമെൻറ്റിൻ്റെ ലൈബ്രറിയിലേക്ക് കുറച്ച് പുസ്തകങ്ങളാണ് നമ്മളിന്ന് കൊടുക്കുന്നത്. വരും നാളുകളിൽ നമുക്കത് കൂടുതൽ വിപുലീകരിക്കാൻ വേണ്ട സജ്ജീകരണങ്ങൾ ചെയ്തു തരാം എന്നാണ് ഞങ്ങൾക്ക് ഈ സമയത്ത് പറയാനുള്ളത്. നെഹ്റു സ്റ്റഡി സെന്റർ കൺവീനർ രാമൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ലീഡർ PS നന്ദിത, ലൈബ്രറി ഇൻചാർജ് സിസ്റ്റർ നിഷ, ഡെൻസി എന്നിവർ പുസ്തകം ഏറ്റുവാങ്ങി. പ്രധാന അധ്യാപിക സിസ്റ്റർ ടെസിൻ, സ്കൂൾ വികസന സമിതി ചെയർമാൻ MB സജീവ്, PTA പ്രസിഡന്റ് TB ബൈജു, MPTA പ്രസിഡന്റ് കീർത്തി സ്റ്റാൻലി, വിദ്യാർത്ഥി പ്രതിനിധി KA ഗായത്രി, സ്റ്റഡി സെന്റർ ട്രഷറർ പ്രമോദ് കണിമംഗലത്ത് എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ കാലഘട്ടത്തിൽ കൊടുക്കുവാൻ പറ്റിയ ഏറ്റവും നല്ല സമ്മാനമാണ് പുസ്തകം. പുസ്തകത്തിൻ്റെ വിലയല്ല, പുസ്തകത്തിൻ്റെ മൂല്യം മനസ്സിലാക്കി വളർന്നു വരുവാൻ ഞങ്ങളുടെ കുട്ടികൾക്ക് ആവട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. ഒരിക്കൽ കൂടി ഈ ഒരു പരിശ്രമത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സഹായത്തിൽ ഞങ്ങളെ ഓർത്തതിന് പ്രത്യേകം നന്ദി പറയുന്നു. വിചാർ വിഭാഗ് വാടനപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. മണലൂർ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ദീപൻ ഉദ്ഘാടനം ചെയ്തു. വിചാർ വിഭാഗ് വാടനപ്പള്ളി മണ്ഡലം ചെയർമാൻ ആമിനക്കുട്ടി യൂസഫ് അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ്, മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് MA മുസ്തഫ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് BC ഷീജ, ബ്ലോക്ക് ഭാരവാഹികളായ BD ബെന്നി, PK ഉസ്മാൻ, CM രഘുനാഥ്, മണ്ഡലം ഭാരവാഹികളായ നൂറുദ്ദീൻ, രാഘനാഥൻ വൈക്കാട്ടിൽ, രഘുനന്ദനൻ വാഴപ്പുള്ളി, AM മുഹമ്മദ്, ജിബിൻ വാഴപ്പുള്ളി, ഷമീർ ഹംസ, PM അമീർ ഷാ, ഷബീന, ഷമീർ അലി, ഫാത്തിമ ജലീൽ, സബീന റാഫി, ബഷീറ നൂറുദ്ദീൻ, സുജാത, വിചാർ വിഭാഗ് ബ്ലോക്ക് ഭാരവാഹികളായ നബീൽ സുദർശനൻ, യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ റിനാസ്, ഫാസിൽ, റാഫി സനില തുടങ്ങിയവർ സംസാരിച്ചു. വിദേശത്ത് നിന്ന് നേപ്പാൾ വഴി രഹസ്യമായി ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിച്ച പോക്സോ കേസിലെ പിടികിട്ടാപ്പുള്ളി പിടിയിലായി. 2023 മതിലകം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത 2 പോക്സോ കേസുകളിലെ പ്രതിയും കൊടുങ്ങല്ലൂർ ഫാസ്റ്റ് ട്രാക്ക് സെഷൻസ് കോടതിയിൽ 2 പിടികിട്ടാപ്പുള്ളി വാറണ്ടുമുള്ള കുളിമുട്ടം നെടുമ്പറമ്പ് സ്വദേശി വടക്കനോളി വീട്ടിൽ അബു താഹിറിനെയാണ് ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. മതിലകം പോലീസ് സ്റ്റേഷനിൽ 2 പോക്സോ കേസുകളിൽ പ്രതിയായ അബു താഹിർ സംഭവത്തിന് ശേഷം UAE-യിലേക്ക് കടക്കുകയായിരുന്നു. ഈ കേസുകളിൽ അന്വേഷണം നടത്തിയതിൽ അബു താഹിർ കുറ്റക്കാരനാണെന്ന് കണ്ട് ഇയാൾ ഒളിവിലാണെന്ന് രേഖപ്പെടുത്തി 2 കേസുകളിലും കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ഒളിവിൽ പോയ അബു താഹിറിനെ പിടികൂടുന്നതിനായി ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു. എയർപോർട്ട് വഴി വന്നാൽ പിടിക്കപ്പെടുമെന്ന ഭയത്താൽ നേപ്പാൾ വഴി രഹസ്യമായി ഇന്ത്യയിലേക്ക് കടക്കുന്നതിനായി ഷാർജയിൽ നിന്ന് നേപ്പാളിലെ കാഠ്മണ്ഡുവിലെത്തി ഇന്ത്യയിലേക്ക് തിരികെ കടക്കാൻ ശ്രമിക്കുന്നതിനിടെ അതിർത്തിയിലുള്ള കർശന സുരക്ഷാ പരിശോധനയിലാണ് LOC നിലവിലുള്ള വിവരം അറിഞ്ഞത്. തുടർന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ തടഞ്ഞുവെച്ച് ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാറിന്റെ നിർദ്ദേശപ്രകാരം മതിലകം പോലീസ് ഗോരഖ്പൂരിൽ ചെന്ന് അബു താഹിറിനെ കസ്റ്റഡിയിലെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ അബു താഹിറിനെ റിമാൻഡ് ചെയ്തു. മതിലകം പോലീസ് സ്റ്റേഷൻ SHO MK ഷാജി, SI-മാരായ മുഹമ്മദ് റാഫി, റിജി, സുമേഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. മറ്റു വാർത്തകളുടെ ഇടവേളയ്ക്ക് ശേഷം
നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 22 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. Affiliated to Calicut University, approved by Government of Kerala and AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom കോഓപ്പറേഷൻ, BCom ഫിനാൻസ്, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ PG കോഴ്സായ MCom NES കോളേജിൽ ആരംഭിക്കുന്നു. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. കാഞ്ഞാണി സെന്റ് തോമസ് പള്ളിയിൽ ദുക്രാന പെരുന്നാൾ ആഘോഷിച്ചു. പെരുന്നാൾ ദിനമായ വ്യാഴാഴ്ച രാവിലെ ആഘോഷമായ പാട്ടുകുർബാന, ലതീഞ്ഞ്, നൊവേന, കാഴ്ച സമർപ്പണം, പ്രദക്ഷിണം, വിശ്വാസി സംഗമം, മാർഗംകളി എന്നിവ നടത്തി. ചടങ്ങുകൾക്ക് ഫാദർ ബിജു പാണയങ്ങാടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജിയോ എടക്കളത്തൂർ സഹകാർമ്മികനായിരുന്നു. ഫാദർ ഫിജോ ആലപ്പാടൻ വചന സന്ദേശം നൽകി. വികാരി ഫാദർ ദാവീദ് വിധേയത്തിൽ, ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് സന്തോഷ് മണ്ടുംപാല, കൈക്കാരന്മാരായ KJ ബേബി, AP റോബി, നവീൻ തോമസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണൽ 318D ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് പ്രോജക്റ്റിന്റെ ഭാഗമായി വാടനപ്പള്ളി ലയൺസ് ക്ലബ്ബ് വാടനപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് റെയിൻ കോട്ടുകൾ വിതരണം ചെയ്തു. സോൺ ചെയർപേഴ്സൺ PB സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. വാടനപ്പള്ളി ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് KS സിൻകുമാർ അധ്യക്ഷത വഹിച്ചു. വാടനപ്പള്ളി പോലീസ് സ്റ്റേഷൻ SHO NB ഷൈജു റെയിൻ കോട്ടുകൾ ഏറ്റുവാങ്ങി. പീതാംബരൻ രാരമ്പത്ത്, റിലീഷ്, ബിജിത്ത്, മോഹൻ റോയ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മണലൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ ഈ വർഷത്തെ ഞാറ്റുവേല ചന്ത കാഞ്ഞാണി പഞ്ചായത്ത് ഇക്കോ ഷോപ്പിൽ സംഘടിപ്പിച്ചു. മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് ഉദ്ഘാടനം ചെയ്തു. പുഷ്പ വിശ്വംഭരൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മിനി അനിൽകുമാർ, ധർമ്മൻ പറത്താട്ടിൽ, ബിന്ദു സതീഷ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സേവ്യർ, കൃഷി ഓഫീസർ ശ്വേത, അസിസ്റ്റന്റ് ഓഫീസർ ഹരീഷ്, ഫാറൂഖ്, മഞ്ജുലാൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കേരള ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ വാടനപ്പള്ളി യൂണിറ്റും KSEB തളിക്കുളവും സംയുക്തമായി വാടനപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വൈദ്യുതി സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തിയ ചടങ്ങ്
അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് PR പോൾസൺ ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം KSEB സബ് എഞ്ചിനീയർ ബൈജു ബോധവൽക്കരണ ക്ലാസ് നടത്തി. PTA പ്രസിഡന്റ് RA ഷെരീഫ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പാൾ PA കണ്ണൻ, CC ബിനോയ് ചന്ദ്രൻ, പ്രധാനാധ്യാപകൻ ഹനീഫ, അശോകൻ, PTA വൈസ് പ്രസിഡന്റ് സഫൂറ മനോഫ് തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ വീടുകളിൽ സേഫ്റ്റിക്കായിട്ട് നമ്മൾ വയ്ക്കുന്ന ഉപകരണങ്ങളുടെ ഒരു പേര് ഞാൻ പറയും. നിങ്ങളോട് ചോദിച്ചിട്ട് സമയമാണ്. ഒന്ന് സ്വിച്ച്, അറിയാലോ, നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത് തിരിക്കുന്ന സ്വിച്ച്, പല ടൈപ്പ് സ്വിച്ചുകളുണ്ട് ഇല്ലേ. അത് കൂടാതെ നമ്മൾ മീറ്ററിന് താഴെ ഒരു ചെറിയൊരു പെട്ടി പോലത്തെ ഒരു സാധനമുണ്ട് ഇല്ലേ. അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് മെയിൻ സ്വിച്ച് എന്ന് പറയുന്നത്. ചില വീടുകളിൽ അത് ചെറിയൊരു ഐസൊലേറ്റർ എന്ന് പറയുന്ന ചെറിയൊരു ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. ക്ലിയർ അല്ല. ഇനി അതിൻ്റെ ഉള്ളിൽ നമ്മൾ വീടിൻ്റെ ഉള്ളിൽ ഒരു DB എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ആ DBയുടെ MCB എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. MCB സർക്യൂട്ട് ബ്രേക്കർ വേണ്ട, സർക്യൂട്ട് ബ്രേക്കർ മതി. നമ്മളൊരു ELCB എന്ന് പറഞ്ഞ സാധനം നമുക്ക് വീട്ടിൽ നിർബന്ധമാണ്, നിയമപരമായിട്ട് വേണം. ഇല്ല എങ്കിൽ നിങ്ങൾക്കുള്ള സപ്ലൈ ഞങ്ങൾക്ക് കട്ട് ചെയ്യാനുള്ള അധികാരമുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ നൈപുണ്യ വികസന പദ്ധതിയായ വിജ്ഞാന കേരളം ക്യാമ്പയിന്റെ ഭാഗമായി നാട്ടിക പഞ്ചായത്ത് ഫെസിലിറ്റേഷൻ യോഗം പഞ്ചായത്ത് ഹാളിൽ നടന്നു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് വിജ്ഞാന കേരളം ഗൾഫ് തൊഴിൽ മേളയുടെ പോസ്റ്റർ പ്രദർശനവും നടന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു അധ്യക്ഷത വഹിച്ചു. KRP പ്രൊഫസർ MB മധു പദ്ധതി വിശദീകരണം നടത്തി. കമ്മ്യൂണിറ്റി അംബാസിഡർ വിനീത, പഞ്ചായത്ത് അംഗങ്ങളായ P വിനു, സുരേഷ് ഇയാനി, റസീന ഖാലിദ്, CS മണികണ്ഠൻ, അനന്തലക്ഷ്മി, വിജ്ഞാന കേരളം പഞ്ചായത്ത് ഇൻചാർജ് ദീപ എന്നിവർ സംസാരിച്ചു. കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും 2 ദിവസം മുമ്പ് തന്നെ ആളുകൾ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ നാട്ടിലത് മറ്റ് കമ്പനികൾ നേരിട്ട് സർക്കാരിൻ്റെ കീഴിൽ വരുന്നു എന്ന് പറഞ്ഞാൽ ആയിരിക്കും കാര്യമില്ല. ഒരു വിഷയം. പിന്നെ തൊഴിലില്ല എന്നൊന്നും നമ്മൾ പറയരുത്. അത് അവർ ഉദ്ദേശിക്കുന്ന തൊഴിലിലേക്ക് എത്താനായിട്ട് പറ്റുമ്പോഴാണ് അവരതിലേക്ക് വില്ലിങ് ആകും. എല്ലാവർക്കും ഒരു മാനസിക സന്തോഷമുണ്ട്. കാരണം എന്തിപ്പോൾ നമ്മുടെ നാട്ടിൽ വികസിത തൊഴിൽ മേഖലയിൽ നമ്മളാരുമില്ല. ശരിക്കും ഒരാളുമില്ല. ഏതാണ്ട് 3200 കോടി രൂപ ഒരു മാസത്തിൽ കേരളത്തിൽ നിന്ന് അന്യ സംസ്ഥാനത്തുള്ള അതിഥി തൊഴിലാളികൾ കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോൾ സർക്കാരിൻ്റെ കണക്കാണ്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കണക്കാണ്. ബാങ്ക് വഴി അയക്കുന്ന കണക്കാണ് പറഞ്ഞത്. ബാങ്ക് വഴി അപ്പോൾ അയക്കാത്തത് എത്രയുണ്ടാവും? അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ഞാറ്റുവേല ചന്ത CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത് മുഖ്യാതിഥിയായി സംബന്ധിച്ചു. അന്തിക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുജിത്ത് അന്തിക്കാട്, കൃഷി ഓഫീസർ ശ്വേത KS, മെമ്പർമാരായ ജ്യോതിരാമൻ, KK പ്രദീപ്, അനിത ശശി, TP രഞ്ജിത് കുമാർ, സരിത സുരേഷ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ AB ശ്രീവത്സൻ, TK മാധവൻ, CPM LC സെക്രട്ടറി KV രാജേഷ്, BJP പ്രതിനിധി ഗോകുൽ കരിപ്പള്ളി എന്നിവർ പങ്കെടുത്തു. വിവിധ മേഖലയിലായിട്ട് ഞാറ്റുവേല ചന്ത നടക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചുള്ള ഈ മേഖലയെ കൂടുതൽ മെച്ചപ്പെട്ടതാക്കുന്നതിന് വേണ്ടിയുള്ള സർക്കാരിൻ്റെ പ്രവർത്തനത്തിന് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടാണ് ഈ പ്രവർത്തനം എല്ലാ മേഖലയിലും സംഘടിപ്പിച്ചിട്ടുള്ളത്. ഞാറ്റുവേലയിൽ നമ്മുടെ ഇത് മേടിച്ചു കൊണ്ടുപോയി ഒരു മത്സരബുദ്ധിയോടുകൂടി പച്ചക്കറി തൈകൾ വളർത്തി വലിയ രീതിയിലുള്ള വലിയ മാറ്റം ഉണ്ടാക്കാൻ നമ്മുടെ പ്രദേശത്തെ ജനങ്ങൾക്ക് കഴിയേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. കൂടാതെ കാർഷിക മേഖലയെ എങ്ങനെ വികസിപ്പിക്കാൻ കഴിയുമെന്നുള്ള നമ്മുടെ ധാരണകൾ ഉയർത്തിപ്പിടിച്ച് മാതൃകപരമായ മാറ്റത്തോടെ മുന്നോട്ട് പോകാൻ രീതിയിലുള്ള ഒരു വലിയ ദിനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഞാറ്റുവേല. പഴയകാലത്തെ ചരിത്രം വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്രമാണ്. ആ ചരിത്രം കൂടുതൽ ഊന്നൽ നൽകി കൃഷിക്കാരൻ്റെ ആവശ്യങ്ങൾ പൂർണ്ണമായി നമ്മുടെ പ്രദേശത്ത് മെച്ചപ്പെട്ടതാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തന ശൈലി നമ്മുടെ പ്രദേശത്തെ കൃഷിക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കണം എന്നുള്ളത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പ്രവർത്തനം വ്യാപകമായി ഉയർന്നു വരട്ടെ എന്ന് മാത്രം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ അർപ്പിതമായിട്ടുള്ളത്. എല്ലാവരും മറ്റൊരിടവേള.
മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് ഇതാ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മൺസൂൺ NRI ഫെസ്റ്റ്. ആന്റിക്, ചെട്ടിനാട്, നഗാസ്, പ്രഷ്യസ്, കുവൈറ്റ് കളക്ഷനുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ഓഫർ വാലിഡ് ഫോർ എ ലിമിറ്റഡ് ടൈം. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കുക. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് നിയർ വൈമാൾ, തൃപ്രയാർ. ഫോൺ 0487239997. മൊബൈൽ 9846125283, 9846125284. വീണ്ടും വാർത്തകളിലേക്ക്. നാട്ടിക ചെമ്പിപ്പറമ്പിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം ശനിയാഴ്ച ആഘോഷിക്കും. രാവിലെ 5:30 ഗണപതി ഹവനം, 6:30 ഉഷപൂജ, 9:30 പഞ്ചവിംശതി കലശപൂജ, 10 പഞ്ചാരിമേളം, ഉച്ചയ്ക്ക് 12 കിട്ടപ്പ മെമ്മോറിയൽ അവാർഡ് വിതരണം, 12:15 കലാപരിപാടികൾ, തുടർന്ന് പ്രസാദഊട്ട് എന്നിവ ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികളായ CP രാമകൃഷ്ണൻ, CK ഗോപകുമാർ, അഡ്വക്കേറ്റ് CV വിശ്വേഷ്, CK പാറൻകുട്ടി, CG സന്തോഷ് എന്നിവർ അറിയിച്ചു. അന്തിക്കാട് KGM LP സ്കൂളിൽ PTA പൊതുയോഗവും ബോധവൽക്കരണ ക്ലാസും അനുമോദന ചടങ്ങും സംഘടിപ്പിച്ചു. സ്റ്റെയിനി ചാക്കോ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് അഖില രാഗേഷ് അധ്യക്ഷത വഹിച്ചു. തുടർന്ന് പൊതുവിദ്യാലയ മികവും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസവും എന്ന വിഷയത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് നടത്തി. LSS സ്കോളർഷിപ്പ് ജേതാക്കളെയും കരാത്തയിൽ ജില്ലാതല മത്സരത്തിൽ സമ്മാനാർഹരായ കുട്ടികളെയും ചടങ്ങിൽ ആദരിച്ചു. അന്തിക്കാട് ഹൈസ്കൂൾ റിട്ടയർഡ് അധ്യാപകൻ അജിതൻ ഏർപ്പെടുത്തിയ സ്കോളർഷിപ്പ് വിതരണവുമുണ്ടായി. പ്രധാനാധ്യാപകൻ ജോഷി D കൊള്ളന്നൂർ, MPTA പ്രസിഡന്റ് അജീഷ എന്നിവർ സംസാരിച്ചു. PTA പ്രസിഡന്റായി ലിയോ P ജോർജിനെയും PTA വൈസ് പ്രസിഡന്റായി അജീഷ അൻവറിനെയും MPTA പ്രസിഡന്റായി സൗമ്യയെയും തെരഞ്ഞെടുത്തു. KGM LP സ്കൂളിൽ നടന്ന ബഷീർ ദിനാചരണം PTA പ്രസിഡന്റ് അഖില രാഗേഷ് ഉദ്ഘാടനം ചെയ്തു. MPTA പ്രസിഡന്റ് അജീഷ അൻവർ അധ്യക്ഷയായി. പ്രധാനാധ്യാപകൻ ജോഷി D കൊള്ളന്നൂർ, പ്രോഗ്രാം കോർഡിനേറ്റർ റോഷ്നി എന്നിവർ സംസാരിച്ചു. ബഷീറിന്റെ പൂവൻപഴം എന്ന നോവലിനെ ആസ്പദമാക്കിയുള്ള ദൃശ്യാവിഷ്കാരവും നടന്നു. ജമീല, അന്റെ എന്ത് പൂതി ഈ അബ്ദുൽ ഖാദർ സാഹിബ് സാധിച്ചേ? സ്വർണമാല, പട്ടുസാരി, അതോ കാട്ടി പോയി സിംഹത്തിന്റെ രോമം പറിച്ചെടുത്ത് മോതിരം ഉണ്ടാക്കി തരുന്ന എന്റെ മുത്തിന്? എന്റെ പൊന്നേ, അതൊന്നും വേണ്ട. എനിക്ക് പൂവമ്പഴം തിന്നാനൊരു പൂവമ്പഴോ? അനക്കൊന്നല്ല, ഒരു കൊല പൂവമ്പഴം വാങ്ങിത്തരുന്നു. അതൊന്നും വേണ്ട, എനിക്ക് 2 പൂവമ്പഴം മതി. മറക്കോ? മറക്കേ? ഇവിടുത്തെ അങ്ങാടി കിട്ടിയില്ലെങ്കിൽ പുഴക്കക്കരെ പോയിട്ടാണെങ്കിലും എന്റെ ഊറിന്റെ പൂവിന് നമ്മളെന്നെ സാധിച്ചിരുന്നുണ്ട്. ഇതെന്താ ഇത്? ഓറഞ്ച് പൂവമ്പഴത്തേക്കാൾ നല്ലതാ. എനിക്ക് വേണ്ട. ജമീല, ഞാൻ പറഞ്ഞ സത്യ. പൂവമ്പഴം എവിടെയും കിട്ടാനില്ലായിരുന്നു. ഞാൻ ആരാണ്? അബ്ദുൽ ഖാദർ സാഹിബ്. നിന്റെ ആരാണ്? എന്റെ കെട്ടിയവൻ. എന്താ നിൽക്കുന്നത്? ഓറഞ്ച്. വേണ്ട, അടിക്കണ്ട. ഇത് പൂവമ്പഴ. തെരഞ്ഞെടുപ്പിന്റെ ഘട്ടങ്ങൾ പാലിച്ചുകൊണ്ട് സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പും നടത്തി. മുഹമ്മദ് ഫർസീനെ സ്കൂൾ ലീഡറായി തെരഞ്ഞെടുത്തു.
എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ചൂലൂർ AILP സ്കൂളിൽ പാഴ്പുതുക്കം ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു. സാരി തരൂ സഞ്ചി തരാം എന്ന പ്രവർത്തനം സ്കൂൾ നല്ല രീതിയിൽ ഏറ്റെടുത്തു. സാരി തരൂ സഞ്ചി തരാം എന്ന പ്രവർത്തനവും അതോടൊപ്പം തന്നെ കുപ്പക്കളിപ്പാട്ട പ്രവർത്തനവും പേപ്പർ പേന നിർമ്മാണവും നല്ല രീതിയിൽ എല്ലാ വിദ്യാലയങ്ങളും ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വിദ്യാലയങ്ങളും ഏറ്റെടുത്ത ഈ പ്രവർത്തനം ഭംഗിയാക്കിയതിൽ ഗ്രാമപഞ്ചായത്തിനുള്ള അഭിനന്ദനം അറിയിക്കുന്നതോടൊപ്പം തന്നെ പഞ്ചായത്തിലെ AILP സ്കൂൾ വളരെ ഭംഗിയായി അവിടുത്തെ കുട്ടികൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് വളരെ മനോഹരമായിട്ട് അതിൻ്റെ പ്രവർത്തനം ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട് എന്നുകൂടി അറിയിക്കുകയാണ്. അതിനുള്ള സന്തോഷവും അവരോടൊപ്പം പങ്കുവയ്ക്കുന്നു. ഷാഫി പുളിഞ്ചോട് ഉദ്ഘാടനം നിർവഹിച്ചു. പ്രധാനാധ്യാപിക സിന്ധു അധ്യക്ഷയായി. കുപ്പക്കളിപ്പാട്ടം എന്ന പ്രവർത്തനവും പേപ്പർ പേന നിർമ്മാണവും ഇതോടൊപ്പം നടന്നു. PTA പ്രസിഡന്റ് ഷഫി കണ്ണങ്കിലകത്ത്, JRTC അസിസ്റ്റന്റ് കോർഡിനേറ്റർ ജിഹാന എന്നിവർ സംസാരിച്ചു. ഒരു നല്ല നാളേക്ക് വേണ്ടി നമ്മളെല്ലാം മുന്നോട്ട് വരുന്നതിന്റെ ഭാഗമായി അതിന് മുന്നോടിയായി നമ്മൾ കഴിയുന്ന ബാഗുകളിൽ നിന്ന് പ്ലാസ്റ്റിക്കിനെ ഒഴിവാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് അൽ-അൻവാർ ഇസ്ലാമിയ സ്കൂളിൻ്റെ വിദ്യാർത്ഥികൾ തുടക്കം കുറിക്കുന്ന ഒരു ചെറിയ സാരി തരൂ സഞ്ചി തരാം എന്ന പ്രോഗ്രാമിൻ്റെ ഒരു ഉദ്ഘാടന തുടക്കം കുറിക്കുന്ന വേദിയാണ് നാം. ബഹുരാഷ്ട്ര കുത്തക മുതലാളിമാർക്ക് പ്രകൃതി ചൂഷണത്തിന് അവസരമൊരുക്കുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ കടൽ മണൽ ഖനനത്തിന് അനുമതി നൽകുന്ന നിയമമെന്ന് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ AITUC സംസ്ഥാന പ്രസിഡന്റ് TJ ആഞ്ചലോസ് അഭിപ്രായപ്പെട്ടു. CPI ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി എറിയാട് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സജ്ജമാക്കിയ VK രാജൻ നഗറിൽ കടൽ മണൽ ഖനനവും പരിസ്ഥിതി ആഘാതവും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാറിൽ വിഷയം അവതരണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കടൽ മണൽ ഖനനം മാത്രമല്ല ഈ നിയമം ഭാവിയിൽ ലക്ഷ്യം വെക്കുന്നതെന്നും കരിമണൽ ഖനനമാണ് ലക്ഷ്യമെന്നും അതുവഴി യുറേനിയം ഉൾപ്പെടെയുള്ള വിലയുള്ള ധാതു സമ്പത്തുകൾ കൊള്ളയടിക്കാനുള്ള ശ്രമമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITU സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് സൈനുദ്ദീൻ, ഡോക്ടർ അഭിലാഷ് എന്നിവർ പങ്കെടുത്തു. ET ടൈസൺ MLA മോഡറേറ്ററായിരുന്നു. TK സുധീഷ്, TP രഘുനാഥ്, അഡ്വക്കേറ്റ് AD സുദർശനൻ, ഷാഹിദ് അബ്ദുള്ള എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. ആ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് യോജിച്ച സമരത്തിലൂടെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. മണിപ്പൂരിലത് തന്നെയാണ് വിഷയം. കത്താൻ തുടങ്ങിയിട്ട് എത്രയോ നാളുകളായി. ഇപ്പൊ പ്രധാനമന്ത്രിയെ കുറിച്ച് പറയുന്നത് ചന്ദ്രനിൽ വരെയുള്ള ദൂരം എത്രയാണോ അതിനേക്കാൾ കൂടുതൽ ദൂരം അദ്ദേഹം ലോകമാകെ സഞ്ചരിച്ചു കഴിഞ്ഞു എന്നാണ്. പക്ഷെ കൊച്ചു മണിപ്പൂരിൽ സന്ദർശിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. പ്രസിഡന്റ് ഭരണത്തിന് കീഴിലാണ്, കലാപമെല്ലാം അമർ ചെയ്തു, യാതൊരു കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ അവിടെ സന്ദർശിച്ചില്ല എന്ന് മാത്രമല്ല അവിടെ നിന്നുള്ള ഓൾ പാർട്ടി ഡെലിഗേഷനെ കാണാൻ ഇദ്ദേഹം തയ്യാറായില്ല. വാടനപ്പള്ളി ഈസ്റ്റ് LP സ്കൂൾ കവിതാ വായനശാലയുടെ അമ്മ മലയാളം പരിപാടി എഴുത്തുകാരി TG അജിത ഉദ്ഘാടനം ചെയ്തു. കഥയും കവിതകളും അനുഭവങ്ങളും നേരിട്ട് അവതരിപ്പിച്ച് ചർച്ച ചെയ്യുന്ന പരിപാടിയിൽ KR മീരയുടെ ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥ TG അജിത അവതരിപ്പിച്ചു. P പങ്കജം അധ്യക്ഷത വഹിച്ചു. മണിലാൽ, PG ജനാർദ്ദനൻ, PS അഭിത, പ്രേമ അരവിന്ദൻ, സംഗീത ജനനയന, സോവിയറ്റ് ബ്രീസ്, TC ബിനീഷ്, VR ഷീമ, TR ദിവ്യ എന്നിവർ സംസാരിച്ചു. ഇനി ഇന്നത്തെ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കിഴിപ്പിള്ളിക്കരയിൽ ലഹരി ഉപയോഗിച്ച് വീട് കയറി ആക്രമണം നടത്തിയയാളെ പോലീസ് പിടികൂടി. കുപ്രസിദ്ധ ഗുണ്ടകളായ ഷാജഹാനെയും ജിത്തിനെയും കാപ്പ ചുമത്തി തടങ്കലിലാക്കി. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ് വലപ്പാട് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.